മണി ഉറക്കമായിരിക്കും. മണി ഇവിടെ നിൽക്കുകയാണ്. കണ്ടൂടെ ഇത് പറ്റി? ഇന്ന് നേരത്തെ പോയി നേരത്തെ വന്നല്ലോ. നേരത്തെ വന്നു. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറക്കില്ല, അറിയോ? ഇരിപ്പുറക്കണില്ലേ? എന്നെ കാണാഞ്ഞിട്ടാ? നിന്നെ കാണാഞ്ഞില്ല. അതെ, നിന്നെ കാണാഞ്ഞിട്ട് തന്നെ വന്ന് രണ്ടെണ്ണം തരാനാണ് തോന്നിയത്. പിന്നെ തരുന്ന് കുറെ കാലം കൊണ്ട് പറയുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു പിച്ച് പോലും തരാത്തൊരു പാവ മനുഷ്യനാണ് നിങ്ങൾ. എനിക്കറിഞ്ഞു. പാവ മനുഷ്യൻ എല്ലാം കൂടെ കൂട്ടി ഇന്ന് തരുന്നുണ്ട്. ആ സമയമാണ് ഇതിപ്പോ. പ്രശ്നം സീരിയസ് ആണോ? എന്താണ് കാര്യം? കാര്യം ഒന്നും അറിയുന്നില്ലേ മണി? എന്താണ് കാര്യം? നിങ്ങൾ പറ, പോയിന്റിലേക്ക് വാ. കറങ്ങി തിരിഞ്ഞു നിൽക്കും. ഒരു കാര്യം കൃത്യമായിട്ട് ഇപ്പൊ നേരിട്ട് പറയാറുണ്ട് ഇതുവരെ. കാണ് കണ്ട കണ്ട ഇത് ഓഫീസിൽ എല്ലാരും കണ്ട്. ഷീലയാണ് എനിക്ക് അയച്ചു തന്നത്. അവര് പറയാണ് സിനിമാ നടികൾ പോലും ഇങ്ങനെ മതിമറന്ന് ആടൂലെന്ന്. കറക്റ്റ്. പിള്ളേർ കണ്ട് അടിപൊളിയായിട്ട് കളിച്ചില്ലേ? ബംഗാളി ഇത്രയും ഡാൻസ് ചെയ്ത് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. നീ എന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ മണി? ഇത് മോശമല്ലേ? പിള്ളേർ വളർന്നു വരികയാണ്. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇതിൽ എന്തോന്ന് മോശം? ഇന്നത്തെ കാലത്തെ പിള്ളേർ ഓരോന്നും കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഉണ്ടാക്കിയിട്ടതാണ് ഇപ്പൊ വലിയ തെറ്റായി പോയത്. മണി, ആൾക്കാർ കണ്ട നാണക്കടല് മോശമല്ലേ മണി? നിങ്ങളിത് ഏത് കാലത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്? ആൾക്കാർ കണ്ട മോശം. അതുകൊണ്ടാണല്ലോ മണിക്കൂറുകൾക്കൊക്കെ ഇത്രയും വ്യൂസും ലൈക്സും കമന്റ്സും ഷെയറും ഒക്കെ വരുന്നത്. എന്തോന്ന് ജോലി നടക്കൂലോ മണി. ശരി, സമ്മതിച്ച്. നീ ആ ഡ്രസ്സിന്റെ കാര്യം നോക്ക്. ആ ഡ്രസ്സിങ്ങിനെങ്കിലും നീ ശ്രദ്ധിക്കാൻ പറയണ്ടേ? ആ ഡ്രസ്സിന് എന്തോന്ന് കുഴപ്പം? നല്ല ഡീസന്റ് ആയിട്ടുള്ള ഡ്രസ് അല്ലേ? ഒരു പ്രശ്നം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വന്നോളൂ. നീ ചെയ്ത് നന്നായിരിക്കും കേട്ടത്. ഞാൻ നോക്കിയോ ചെയ്യും. അമ്മയ്ക്ക് അറിയാവോ? എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് ഫിൽറ്റർ ഒക്കെ ആഡ് ചെയ്യാം. ആ അതാണ് ഞാൻ നോക്കിയത്. മേക്കപ്പ് ആണോ ഫിൽറ്റർ ആണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തോന്ന് വീഡിയോ കണ്ട് ചിരിച്ച് രസിക്കുന്നേ? ലൈക്സ് കൂടാൻ വേണ്ടിട്ട് ഓരോരുത്തർ എന്തൊക്കെ കോപ്രായം കാണിക്കണല്ലേ? കോപ്രായം കൂടുമ്പോഴേ അഭിപ്രായം മോശമാവും. അച്ഛാ, ചെയ്യേണ്ട രീതി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മോശമാവൂല. ഇന്ന് ഞങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു ഡാൻസിന്റെ, കണ്ടായിരുന്നോ? കണ്ട് എങ്ങനെയുണ്ട് എന്നിട്ട്? കൊള്ളാം, രണ്ടായിരിക്കുന്നു. അച്ഛാ നോക്കിക്കോ, ഒരു മാസം കൊണ്ട് റിങ്കിയുടെ പിങ്കിയുടെ ഫോളോവേഴ്സ് കൂടാൻ പോകുന്നത്. ഇനി ഞങ്ങൾ പറന്ന് വീഡിയോസ് ഇടും അല്ലേ? അതെ, വീഡിയോസ് ഒക്കെ ഇടുന്നതും കാണുന്നതൊക്കെ കൊള്ളാം. പക്ഷേ അച്ഛൻ്റെ റോഡിൽ കൂടെ ഇറങ്ങി നടക്കണം. എന്ത് നടന്നെന്ത്? പിങ്കിരും പിങ്കിരും അച്ഛനാണെന്നൊക്കെ പറഞ്ഞ അഭിമാനത്തോടെ നടന്നുകൂടെ? അഭിമാനത്തോടുകൂടി നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. തലയെ കൂടെ മുണ്ടിട്ടോണ്ട് നടക്കേണ്ട ഗതി പെടത്തില്ല കേട്ടോ. അങ്ങനെയൊന്നും വരൂല അച്ഛാ. അച്ഛൻ കാത്തിരുന്ന് കണ്ടോ? മക്കളെ, അച്ഛന്റെ ഒക്കെ കാലത്ത് ഇതുപോലെ വീഡിയോ എടുപ്പും ഫോട്ടോ ഷൂട്ടും ഇങ്ങനെയൊന്നും ഇല്ല, അറിയാമോ? ഒന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എന്തോ ചെയ്യുന്നറിയോ? എന്റെ പശുവിനെ കുളിപ്പിക്കണത്, പശുവിനെ കറക്കണത്, ചാണകം പറഞ്ഞത്, പിന്നെ പശുവിനെ ഉണ്ടല്ലോ അച്ഛൻ ഒറ്റ കൈകൊണ്ട് പിടിച്ച് എടി, അന്നത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ യഥാർത്ഥ കലാകാരന്മാരെ സ്നേഹിക്കുന്നവരായിരുന്നു, കല ആസ്വദിക്കുന്നവരായിരുന്നു. അല്ല, ഇതുപോലെയൊന്നും അല്ല, അറിയാമോ? അല്ല, ഇതൊക്കെ പറയാ അച്ഛന് കലയെ പറ്റി എന്തോ അറിയാം. നല്ല പാട്ടുകള്, നാടൻ പാട്ടുകള്, നല്ല കഥാപ്രസംഗം, അതുപോലെ തന്നെ കഥകളി, പിന്നെ ഓട്ടം തുള്ളല്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടല്ലോ അച്ഛ. അമ്പലപ്പറമ്പിൽ വല്ലവരും പെർഫോം ചെയ്യണത് പോയി കണ്ടിരുന്ന് ആസ്വദിച്ച് കൈയടിക്കുമായിരുന്നു. അതെ, കൈയടിക്കുമായിരുന്നു. അതെ, അങ്ങനെ കൈയടിക്കണമെങ്കിലേ നല്ലൊരു കലാഹൃദയം വേണം, നല്ലൊരു സ്നേഹമുള്ളൊരു മനസ്സ് വേണം, നന്മയുള്ളൊരു മനസ്സ് വേണം. മനസ്സിലായ? അച്ഛ ഈ പറയണൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പൊ ഈ ശുദ്ധമായ കലയ്ക്കൊന്നും വലിയ മാർക്കറ്റ് ഇല്ല. കുറച്ച് എരിയും പുളിയും മസാലയൊക്കെ ചേർന്നാലേ മാർക്കറ്റ് ഉള്ളൂ അല്ലേ? നല്ല മാർക്കറ്റുള്ള എത്ര ചെറുക്കന്മാരെ ആലോചന എനിക്ക് വന്നതെന്നറിയോ? അവസാനം എന്റെ തലയിൽ വന്ന് ചേർന്നതാ. എന്താടി കുഴപ്പം? കണ്ടാ, നല്ലൊരു പേഴ്സണാലിറ്റി, നല്ല ഗ്ലാമർ ഉള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ മുന്തിയ വില കൊടുത്തല്ലേ നിന്റെ അച്ഛൻ വാങ്ങിച്ചു തന്നെ. പക്ഷെ ആ ശ്രീധനെ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് വേറെ കാര്യം. മണിക്കുട്ടി ചേട്ടൻ എപ്പോഴും പറയും മണിക്കുട്ടിയെ കെട്ടിച്ചു വിട്ടത് ഒരു മണോണാഞ്ചനാണെന്ന്. മണോണാഞ്ചനെന്ന് തല്ലും വഴക്കും ആടിയും പിടിയും ഗുണ്ടായുസവും കാണിച്ച് നടക്കുന്ന ഒരു മഹാന്മാര്. ഭാര്യയും മക്കളെയും പൊന്നുപോലെ നോക്കി സ്നേഹിച്ച് വീട്ടുകാരെയും നോക്കി മാന്യമായിട്ട് ജീവിക്കുന്നത് മണോണാഞ്ചന്മാര്. ഒരു കുറവുമില്ല.
ഡീ നീ എന്തോന്നു ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് എന്തോ നടത്താൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ പറഞ്ഞല്ലേ അമ്മ പറഞ്ഞു ആ നടത്താൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ വേണ്ടാന്ന് വെച്ചു. അത് നന്നായി. ഇല്ല ഞാൻ ക്യാൻസൽ ആക്കിയിട്ടൊന്നുമില്ല, ഉടനെ ഉണ്ട്. ഇക്കണക്കിന് പോവാണെങ്കിലേ ഞാൻ ഭാര്യയും മക്കളെയൊക്കെ വിട്ട് നാട് വിടേണ്ടി വരും, ഉപേക്ഷിച്ച് പോവും. രവിയേട്ടാ പേടിച്ചു പോയി. ചുമ്മാ മണിക്കൂട്ടി ഞാൻ വിട്ട് പോവില്ല. അയ്യേ വെറുതെ പറഞ്ഞതാ, ഞാൻ വെച്ച് സീരിയസ് ആയിട്ട് പോകുന്നു. രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടീ മണിക്കുട്ടി. പുലിനാട വീട്ടിലൊരു മണിക്കുട്ടി. ഉരുളയ്ക്ക് പേര്